കാലടി സർവകലാശാല ക്യാമ്പസിൽ വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. സെമിനാർ നടത്തുന്നതിന് അനുമതി നിഷേധിച്ച സർവകലാശാല അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. അരുൺ, കാലടി സർവകലാശാലയിൽ നാളെയാണ് ഈ വർഗീയതയ്ക്കെതിരെ ഒരു വിദ്യാർത്ഥി ഗവേഷക സംഗമം നാളെ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാളെ ഈ പരിപാടി നടക്കാനിരിക്കുന്ന സർവകലാശാല ക്യാമ്പസിനകത്തെ ക്യാൻറ്റീന് മുൻപിലാണ്. ഇവിടെ ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സർവകലാശാല ഒരു ഉത്തരവ് ഇറക്കിയത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നു എന്നൊരു ഉത്തരവാണ് സർവകലാശാല ഇറക്കിയത്. ഇതിന് പശ്ചാത്തലമായി പറയുന്നത് ABVP പ്രവർത്തകർ ഒരു ഭീഷണി മുഴക്കി ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അനുവദിക്കില്ല, നടത്തിയാൽ തന്നെ ഇതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നായിരുന്നു ABVPയുടെ നിലപാട്. ഇതേ തുടർന്നാണ് സർവകലാശാല ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത്. വർഗീയ വിരുദ്ധ സംഗമം നടത്താൻ അനുവദിക്കില്ല എന്ന ആ ഒരു നിലപാടിലേക്ക് എത്തിയത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് സർവകലാശാലയ്ക്കകത്ത്, ക്യാമ്പസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ ഉള്ളത്. സർവകലാശാലയിലെ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിലൊരു വർഗീയ വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന തലക്കെട്ടിലാണ് കുരീപ്പുഴ ശ്രീകുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധം വരും എന്ന പശ്ചാത്തലത്തിൽ സർവകലാശാല ഇവിടെ അനുമതി ഈ പരിപാടി നടത്താൻ അനുമതി നിഷേധിച്ചെങ്കിലും നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു വലയം തീർത്ത് നിശ്ചയിച്ച സമയത്ത് തന്നെ പരിപാടി നടത്തും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ സംഘാടകർ ഉള്ളത്. നമുക്കൊപ്പം ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു വർഗീയ വിരുദ്ധ സംഗമം പരിപാടിയുടെ കൺവീനറായ അലീന തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അലീന, എന്താണ് ഈ ഇത്തരത്തിലൊരു പരിപാടി നടത്താനുണ്ടായ സാഹചര്യം? പ്രൊഫസർ MM കൽബുർഗിയുടെ വധത്തെ തുടർന്നാണ് റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ ക്യാമ്പസിലെ സ്വതന്ത്ര ഗവേഷക സംഘടന വർഗീയതയ്ക്കെതിരെ വിദ്യാർത്ഥി ഗവേഷക സംഗമം എന്ന രീതിയിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കുരീപ്പുഴ ശ്രീകുമാറിനെ തന്നെ ഉദ്ഘാടകനായി കിട്ടണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രതികരണം വന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഒക്ടോബർ 8 എന്ന തീയതി നിശ്ചയിച്ചത്. അങ്ങനെ ഒരു മാസമായി ഈ പരിപാടിയുടെ ക്യാമ്പയിനും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നേറുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ക്യാമ്പസിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പരിപാടി റദ്ദ് ചെയ്യണം എന്ന് ഏകപക്ഷീയമായ ഒരു ഉത്തരവ്, ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഇങ്ങനെ ഒരു ഉത്തരവ് തയ്യാറായിട്ടുണ്ട്, വന്ന് വാങ്ങിക്കൊണ്ട് പോകണം എന്ന് ഫോണിലൂടെ വിളിച്ചറിയിക്കുകയുണ്ടായത്. എന്താണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ 30-ാം തീയതി SFI ABVP സംഘർഷം ക്യാമ്പസിലുണ്ടായി. പക്ഷേ തുടർന്ന് 1-ാം തീയതി നടന്ന സർവകക്ഷി യോഗത്തെ തുടർന്ന് ക്യാമ്പസ് വളരെ ശാന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ക്ലാസ്സുകളും വളരെ കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്രിമമായൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും ഭാഗത്തു നിന്ന് ഫാസിസത്തിനെതിരായി വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരമൊരു ചർച്ചയെ നിരുത്സാഹപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഫാസിസത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് മുൻപിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും MM കൽബുർഗിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വധത്തോടുള്ള വേദന അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഗവേഷക സമൂഹം വൈജ്ഞാനിക മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവരെന്ന നിലയിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും. ഇന്ന് സർവകലാശാല സമൂഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ പരിപാടിയുമായി പിന്തുണയുമായി ഞങ്ങളോട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ പരിപാടി നടത്തേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നിലില്ല. ഈ ഗൂഢാലോചനയുടെ ഭാഗം എന്ന് പറയുമ്പോൾ സർവകലാശാല ഇത്തരത്തിൽ ഈ വിഷയത്തിലൂടെ ഒരു മൃദു സമീപനം സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിലക്ക് വന്നത് എന്ന് പറയപ്പെടുന്നു. അതാണോ അതിൻ്റെ യഥാർത്ഥ കാരണം? അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഞങ്ങൾക്കത് സമർത്ഥിക്കാൻ വേണ്ട യാതൊരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. എന്തൊക്കെയായാലും അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ ഒരു അക്രമ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ ആശയപരമായിട്ടുള്ളൊരു ചർച്ച നടത്തിക്കൊണ്ട് ഒരു അക്കാദമിക് ചർച്ച നടക്കുന്നതിനെ വിലക്കേണ്ട യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല. ഇതൊരു വെല്ലുവിളിയല്ല, ഒരു അക്കാദമിക് ചർച്ചയാണ്. ആരെയും ഇകഴ്ത്താനോ വെല്ലുവിളിക്കാനോ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയുമല്ല. അപ്പോൾ രജിസ്ട്രാർ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആയിരിക്കും ഇത് സഹായിക്കുക എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ക്യാമ്പസിനുള്ളിൽ ഒരു ആശയ രൂപീകരണം ഉണ്ടായി വരികയും ഫാസിസത്തിനെതിരായ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായി വരികയും ചെയ്യേണ്ടത് സർവകലാശാല സമൂഹത്തിൻ്റെ അവകാശമാണ്. അത് ഉണ്ടായി വരികയും ചെയ്യും. അതിനെ ചെറുക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.
ഇത്തരത്തിലൊരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ ഇത്തരത്തിലൊരു ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കത്തെ എന്തായി നമുക്ക് കണക്കാക്കാം? ഒന്ന്, ഇന്ത്യയിലെ കലാലയങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു വളരെ പ്രതിലോമകരമായ ശക്തികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കേരളവർമ്മ കോളേജിലെ ടീച്ചറിൻ്റെ വിഷയത്തിലും ഇപ്പോൾ അല്ലെങ്കിൽ കാലടി സംസ്കൃത സർവകലാശാലയിലുണ്ടായ വിഷയം തന്നെ ഇതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, സംസ്കൃത സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള നിലപാടുകളാണ് ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘടനാ സ്വാതന്ത്ര്യത്തിന് തന്നെ വിലക്ക് ഏർപ്പെടുന്ന രൂപത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ സ്വതന്ത്രമായി സമരം ചെയ്ത 23 ഗവേഷക വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളെ ക്രിമിനൽ കേസിൽ കൊടുക്കുന്നതിലടക്കമുള്ള നിലപാടുകൾ, ഇവിടെ പരസ്യമായി ബോർഡ് വെക്കാൻ പറ്റാത്തത്, പോസ്റ്റർ വെക്കാൻ പറ്റാത്തത്, അതിൽ സ്വതന്ത്രമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെ പലതരത്തിലുള്ള വിലക്കുകൾ രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ കയറുന്നതിന് നിശ്ചിതമായ സമയക്രമങ്ങൾ ഏർപ്പെടുത്തുക. ഇങ്ങനെ ഒരു ഫാസിസം പലതരത്തിൽ പല പ്രച്ഛന്ന വേഷങ്ങളിൽ കടന്നു വരുന്നതിൻ്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ വളരെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്നലെ രജിസ്ട്രാറുടെ ഓർഡറിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. രജിസ്ട്രാറോട് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, നമുക്കൊരു ചർച്ചയിലൂടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അവർ പറയുന്നത് ചർച്ചയൊന്നുമില്ല, ഞങ്ങളൊരു ഓർഡർ ഇറക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഓർഡർ ഒന്ന് കൈപ്പറ്റിയാൽ മതി, നിങ്ങൾക്ക് പരിപാടി നടത്താൻ ഞങ്ങൾ അവകാശം തരില്ല എന്ന്. അതൊരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഗവേഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു സർവകലാശാല സമൂഹം അവരുടെ VC രജിസ്ട്രാറൊക്കെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അവരുടെ അജണ്ടകളോ അവരുടെ താല്പര്യങ്ങളോ നടപ്പിലാക്കാനുള്ള ഒരു ഇടമായി സർവകലാശാലയെ കാണാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടപ്പിലാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും സംഘടന മുന്നോട്ട് തന്നെ പോകുകയാണ്. സർവകലാശാല ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയ പശ്ചാത്തലത്തിൽ നാളെ ഈ പരിപാടി എങ്ങനെ നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നേരത്തെ ആദ്യം ഇത് ആലോചിച്ചിരുന്നത് റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ RSAയുടെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ക്യാമ്പസിലെ മറ്റ് എല്ലാ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളെയും കണ്ടിട്ടുണ്ട്. അവരുടെ കൂടി കൂട്ടായ്മയിൽ ഞങ്ങൾ നാളെ പറഞ്ഞ സമയത്ത് തന്നെ 2 മണിക്ക് തന്നെ ഈ ക്യാൻറ്റീൻ പരിസരത്ത് വെച്ച് കൃത്യമായി പരിപാടി നടത്തി. ഒപ്പം ഇവിടുത്തെ ക്യാമ്പസിലെ മുഴുവൻ അധ്യാപക വിദ്യാർത്ഥി അനധ്യാപക സംഘടനാ സുഹൃത്തുക്കളുടെയും അവരുടെയും കൂടെ സാന്നിധ്യത്തിലായിരിക്കും പരിപാടി നടക്കുക. ഈ മറ്റ് സംഘടന എല്ലാ സംഘടനയും യോജിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ABVPനോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവരെ ക്യാമ്പസിൽ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. കഴിഞ്ഞൊരു പ്രശ്നത്തിന് ശേഷം മറ്റുള്ള എല്ലാ സംഘടനകളുമായും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. KSU ആയിട്ട്, ABVP, KSU ആയിട്ട്, ISA ആയിട്ട്, AISF ആയിട്ട്, SFI ആയിട്ട്, SFIയുടെ ഗവേഷക സംഘടനയായ AKRSA ആയിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ SFIൻ്റെ AKRSA RSAയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഉച്ചയ്ക്ക് ഇവിടെ 12:30 ഒരു പ്രകടനം നടക്കാൻ പോകുന്നുണ്ട്, അധ്യാപകരുടെയും ഗവേഷകരുടെ നേതൃത്വത്തിൽ. തുടർന്ന് ഇതേ രൂപത്തിൽ ഈ ഒരു കൂട്ടായ്മ രൂപത്തിൽ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതിനുള്ള വളരെ കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രകടനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇന്നും നാളെയുമായി ഇവിടെ നടക്കും. തീർച്ചയായും ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ ഒരു വർഗീയ വിരുദ്ധ സംഗമം നടത്താൻ തന്നെയാണ് ഈ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. അതുതന്നെയാണ് ഈ സംഘാടകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ, കാലടി സർവകലാശാല ക്യാമ്പസിൽ വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.